ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ADV സഞ്ചാരീസ്. നമ്മൾ ഇന്നലെയാണ് കൊടക് വന്നത്. അതായത് ഇന്നലെ വെളുപ്പിനെ 3 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇന്നലെ വൈകുന്നേരം ഒരു 6 മണിയോട് അടുപ്പിച്ച് നമ്മൾ റൂമിലെത്തിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 12 മണിക്കൂറോളം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വണ്ടി ഓടിക്കുകയാണ് ചെയ്തേക്കുന്നത്. അതിൽ കൂടെ സമയം എടുത്ത് 3 to 3 12 മണിക്കൂർ. നമ്മൾ 6 മണി എക്സ്ട്രാ വരുന്ന 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനും ഫുഡ് കഴിക്കാനും ഒക്കെ ആയിട്ട് പോയി. അപ്പോൾ 12 മണിക്കൂർ കൂടുതൽ എങ്ങനെ പോയാലും വണ്ടിയുടെ പുറത്തായിരുന്നു. അപ്പോൾ ഇന്നലെ വൈകുന്നേരം വന്നു കഴിഞ്ഞിട്ട് നമുക്ക് റൂം എടുക്കാനായിട്ട് ഒരുപാടൊന്നുമില്ല. ഊട്ടി കൊടൈക്കനാൽ പോലെ ഒരുപാട് സ്ഥലങ്ങളൊന്നുമില്ല. പക്ഷേ കണ്ട 1-2 അടുത്ത് പോയെന്ന് നോക്കിയപ്പം റേറ്റ് ഭയങ്കര. ചിലയിടത്ത് ഒരു ദിവസത്തേക്ക് 2 പേർക്ക് ഒരു റൂമിലായിട്ട് 2000 രൂപ, 2500 രൂപ, അങ്ങനെ പല റേറ്റാണ് പറഞ്ഞത്. പിന്നെ നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് വന്നുള്ള അതിൻ്റെ പേരെന്തോ ലോഡ്ജിൻ്റെ ക്യാപിറ്റൽ ലോഡ്ജ് എന്ന് പറഞ്ഞൊരു ലോഡ്ജാണ്. അപ്പോൾ ഇവിടെ ഒരു റൂമിന് ഒരു ദിവസം 2 പേർക്ക് 1200 രൂപയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ 2 ദിവസം എടുത്തത് കൊണ്ട് 2200 രൂപയ്ക്ക് വന്നു. അതായത് 200 രൂപ ഡിസ്കൗണ്ട്. റൂം വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നീറ്റ് ആൻഡ് ആങ്കർ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു അലമാര വരുന്നുണ്ട്. അലമാരയ്ക്ക് ലോക്കും കാര്യങ്ങളൊന്നുമില്ല. ബാത്റൂം അപ്പുറത്ത്. ബെഡ് അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ള ബെഡുമാണ്. കുഴപ്പമൊന്നുമില്ല. ഓക്കെ. പിന്നെ ഡസ്റ്റ്ബിന് കാര്യങ്ങൾ ബാത്റൂം ഞാൻ കാണിക്കുന്നില്ല. അതും അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീനാണ്. ഇതാണ് നമ്മുടെ പ്രിയതമ ഒരുങ്ങി സുന്ദര കുട്ടിയായിട്ടിരിക്കുക. കന്നഡ വന്നപ്പോൾ കന്നഡക്കാരിയെ പോലെ ആവാം വിചാരിച്ച് നോക്കട്ടെ. ലിപ്സ്റ്റിക്ക് നോക്കട്ടെ. എടുത്താൽ പോകാത്ത ലിപ്സ്റ്റിക്കും എന്തൊക്കെയോ ഹെയർ സ്റ്റൈൽ എന്തൊക്കെയോ കാണിച്ച് വെച്ചിരിപ്പുണ്ട് നമുക്ക് നോക്കാൻ. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്ന ഡെസ്റ്റിനേഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗോൾഡൻ ടെമ്പിളാണ്. ടിബറ്റൻ ടെമ്പിൾ അല്ലേ, ഗോൾഡൻ ടെമ്പിൾ. നമ്മൾ അവിടേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണ് നമുക്ക് പോയി നോക്കിയിട്ട് വരാം. ബൈ. ഓക്കെ, അങ്ങനെ നമ്മൾ റൂമൊക്കെ പൂട്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. താക്കോല് നമ്മളതിനെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ നമ്മുടെ ബൈക്കിന് പാർക്കിംഗ് ഏരിയയും കാര്യങ്ങളും ഒന്നുമില്ല. റോഡ് സൈഡിൽ തന്നെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. ഞാൻ അവരോട് ചോദിച്ചു. അപ്പോൾ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞു അയാൾ 24 മണിക്കൂറും അവിടെ തന്നെ ഉണ്ട്, ഓഫീസിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ ബൈക്ക് ആരും എടുത്തുകൊണ്ട് പോകത്തൊന്നുമില്ല. CCTV ക്യാമറ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് സേഫാണ്, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പിന്നെ അണ്ടർഗ്രൗണ്ടിലോട്ട് ഇറക്കിയില്ല. കാരണം അത്യാവശ്യം കുത്തനെയുള്ളൊരു ഇറക്കമാണ്. പിന്നെ താഴ്വശത്ത് ആയതുകൊണ്ട് അണ്ടർഗ്രൗണ്ടിൻ്റെ ഒരു ഓപ്പൺ ഏരിയയിൽ ഗേറ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പം ആൾക്കാർ ചിലപ്പോൾ അതിൻ്റെ അടിയിൽ തമ്പടിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ബൈക്കിന് കേടുപാടുകൾ വരുത്താനുള്ള സാധ്യതയുണ്ട്. ഇതാകുമ്പം അയാളുടെ ഓഫീസിന് ഫ്രണ്ടിൽ തന്നെ ആയിരിക്കുന്നത് കൊണ്ട് ബൈക്ക് അയാൾ തന്നെ നോക്കും. 24 മണിക്കൂറും പുള്ളിയുടെ കണ്ണെപ്പോഴും ഉണ്ടാവും. ആ ഒരു ട്രസ്റ്റിൻ്റെ പുറത്താണ് ഞാൻ പോയത്. പിന്നെ എൻ്റെ കയ്യിൽ ഡിസ്ക് ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ജാക്കറ്റും കാര്യങ്ങളൊന്നും എടുത്തിട്ടൊന്നുമില്ല. കാരണം എല്ലാം കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്കതൊരു ഭാരമായിരിക്കും. നമ്മൾ ഒരു 35 കിലോമീറ്റർ ആണ് ഗോൾഡൻ ടെമ്പിളിലേക്കുള്ളത്. നമ്മുടെ ആ ഒരു റൂം എടുത്ത്, അത് മടിക്കേരിയിൽ നിന്ന് 35 കിലോമീറ്ററാണ് ഗോൾഡൻ ടെമ്പിളിലേക്കുള്ളത്. അപ്പം അങ്ങോട്ടുള്ള യാത്രയാണിത്. അങ്ങോട്ട് ആ പോകുന്ന വഴിയിൽ മൊത്തം കാപ്പിത്തോട്ടമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കൂർഗയിലൊക്കെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ കാപ്പി കൃഷിയാണ് എന്നുള്ളത്. റോഡ് സൈഡിൽ മൊത്തം നിങ്ങൾക്ക് കാണാൻ പറ്റും, കാപ്പി കൃഷിയാണ് റോഡ് സൈഡിൽ. അത്യാവശ്യം മനോഹരമായ റോഡ് കാര്യങ്ങളൊക്കെയാണ്. കട്ടറി കാര്യങ്ങളൊന്നും ഇല്ലാതെ അത്യാവശ്യം വൈഡായിട്ടുള്ള റോഡ് കാര്യങ്ങളാണ്. അങ്ങനെ നമ്മൾ ടിബറ്റൻ ടെമ്പിളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ കാണുന്ന ആ ഒരു ഒട്ടുമിക്ക ബിൽഡിങ്ങുകളും അവിടുത്തെ ആ ഒരു ബുദ്ധ സന്യാസിമാർ താമസിക്കുന്ന സ്ഥലങ്ങളാണ്. പല ബിൽഡിങ്ങുകളിലും വലിയ ടിബറ്റൻ ഫ്ലാഗുകൾ കിട്ടിയിരിക്കുന്നത് കാണാം. നമ്മുടെ ഈ വലതുവശത്ത് കാണുന്നതാണ് ടിബറ്റൻ ടെമ്പിൾ എന്ന് പറയുന്നത്. ഈ ഭാഗത്തൊക്കെ ആണെങ്കിൽ ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. ഈ റൈറ്റ് സൈഡിലെ മതിൽ കണ്ടില്ലേ, ഇവിടെയൊക്കെ ആണെങ്കിൽ ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ബുദ്ധ സന്യാസിമാർ താമസിക്കുന്ന സ്ഥലമാണ്. ഇതിൽ ഇങ്ങോട്ട് നമുക്ക് പ്രവേശനമില്ല. ഇത് അവരുടെ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു താമസിക്കുന്ന സ്ഥലത്തോട്ടുള്ള ഒരു എൻട്രിയാണത്. അതിലല്ല നമുക്ക് കയറേണ്ടത്. ഇടതുവശത്തൊക്കെ നിങ്ങൾക്ക് ഫ്ലാഗ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫ്ലാഗൊക്കെ കെട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആദ്യമായിട്ട് ചെന്നത് കൊണ്ട് തന്നെ ഇതിലേക്കൂടാണ് എൻട്രി എന്ന് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായി. കാരണം കുറേ ഗേറ്റുകളുണ്ട്, വാതിലുകൾ കുറേ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ആൾക്കാർ കയറുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ ടൂറിസ്റ്റുകൾ നോട്ട് അലൗഡ് എന്ന് പറഞ്ഞൊരു ബോർഡ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ക്യാമറയിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ ബൈക്ക് എവിടെ പാർക്ക് ചെയ്യും എന്നൊക്കെയുള്ള ആകപ്പാട് കൺഫ്യൂഷനായിരുന്നു. നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയി ഇതിൻ്റെ ഒരു മെയിൻ എൻട്രൻസ് ഉണ്ടല്ലോ, നമ്മൾ വീഡിയോയിലൊക്കെ കണ്ട ഒരു മെയിൻ എൻട്രൻസ് ഉണ്ടല്ലോ, അത് നോക്കിയാണ് പോകുന്നത്. ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഈ ഒരു ബിൽഡിംഗ് നിൽക്കുന്നത് എന്ന് നമുക്ക് ആ ഒരു ദൂരം കാണുമ്പോൾ മനസ്സിലാവും. ഒരുപാട് പേര് ഈ ഒരു അമ്പലത്തിലേക്ക്, അത് ഈ ഒരു ഗോൾഡൻ ടെമ്പിളിലേക്ക് വരുന്നുണ്ട്. പല രാജ്യത്തുള്ളവരുണ്ട്, ചൈനക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് മെയിൻ എൻട്രൻസ്. വലതുവശത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു മതിലും ഗേറ്റും ഒക്കെ കാണാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. അത് ഇപ്പോൾ ഇവിടുന്ന് ഇടതുവശത്താണ് പാർക്കിങ്ങിൻ്റെ ബോർഡ് ഞാൻ കണ്ടത്. അപ്പോൾ റൈറ്റ് സൈഡിലും വാഹനങ്ങളൊക്കെ ഇരിക്കുന്നു. അതുകൊണ്ട് കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ പാർക്കിംഗ് ഏരിയ ബുദ്ധ സന്യാസിമാരൊക്കെ നടന്നു പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവർ മലയാള ടീംസാണെന്ന് തോന്നുന്നു. പക്ഷേ അത് തന്നെ KL രജിസ്ട്രേഷൻ വണ്ടിയാണ്. മലയാളികൾ വളരെ ചുരുക്കമാണ് കേട്ടോ. 20 രൂപയാണ് പാർക്കിംഗ് ഫീസ്. ബൈക്കിൻ്റെ പാർക്കിംഗ് ഫീസ് 20 രൂപയാണ്. ഇതിനകത്താണ് പാർക്ക് ചെയ്യുന്നത്. കുറച്ച് ബൈക്സ് മാത്രമേ ഉള്ളൂ. അത് കണ്ടിട്ട് ആൾക്കാർ കുറവാണ് എന്നൊന്നും വിചാരിക്കേണ്ട. അപ്പുറത്ത് വലിയ വലിയ ബസ്സുകളാണ് കിടക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കിക്കോ ഗോൾഡൻ ടെമ്പിളിനകത്ത് എന്തോരം ജനക്കൂട്ടം ഉണ്ട് എന്ന്. ബൈക്കിനകത്ത് വരുന്ന ആൾക്കാർ വളരെ ചുരുക്കമാണ് എന്നേ ഉള്ളൂ. ഓക്കെ.
ഇവിടെ ക്ലോക്ക് റൂം ഒന്നും നമ്മൾ കണ്ടില്ല. ഹെൽമെറ്റൊക്കെ വെക്കാൻ ക്ലോക്ക് റൂം ഉണ്ടായിരുന്നുവെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. 30-35 കിലോമീറ്റർ ഉണ്ട്. പിന്നെ ഗോപ്രോ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ഹെൽമെറ്റ് എടുത്തത്. ചെറിയ ദൂരമൊക്കെ ആയിരുന്നു ഈ ഹെൽമെറ്റ് റൂമിനകത്ത് വെച്ചിട്ട് വന്നേനെ. ഓക്കെ, അപ്പം നമുക്ക് ടെമ്പിളിനകത്തുള്ള കാഴ്ചകളൊക്കെ നമുക്ക് പോയി കണ്ടിട്ട് വരാം. ഇതാണ് ആ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ കയറ്റി വിട്ട ഇതിലേക്കൂടെ അല്ല, കുറച്ചുകൂടെ ബാക്കിലോട്ട് നടന്ന് ചെറിയൊരു ഗേറ്റ് വഴിയാണ് കയറ്റി വിട്ടത്. ഇതിലേക്കൂടെ ആൾക്കാരെ കയറ്റി വിടുന്നില്ല. അവിടെ സെക്യൂരിറ്റി നിൽപ്പുണ്ട്. അവിടെ ചെല്ലുന്ന ആൾക്കാരെ എല്ലാവരും അയാൾ തിരിച്ചു വിടുകയാണ്. ഈ ഗേറ്റിനകത്തോടെയാണ് കയറ്റി വിടുന്നത്. കയറി വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു ബിൽഡിങ്ങിനകത്താണ് ആൾക്കാർ താമസിക്കുന്നത്. ബുദ്ധസന്യാസിമാർ ഡ്രസ്സൊക്കെ അലക്കിയിട്ടേക്ക് നമുക്ക് അവിടെ കാണാൻ പറ്റും. ഓക്കെ, ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഈ ഒരു ടീം മലയാളി ടീമുകളാണ് കേട്ടോ. കണ്ണൂരുകാരാണ് നമ്മുടെ ഫ്രണ്ടിൽ. ഈ ഫ്രണ്ടിൽ ഇതല്ല നേരത്തെ കാണിച്ച്. ഇവിടെ കുറച്ച് ബുദ്ധ സന്യാസിമാർ വട്ടത്തിൽ കൂടിയിരുന്ന് എന്തോ ചെയ്യുന്നുണ്ട്. ചീട്ടുകളിയാണെന്നാണ് ആദ്യം കരുതിയത്. ചീട്ടുകളിയല്ല, അവരുടെ എന്തോ തന്ത്ര കുതന്ത്രങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ കയറി ചെല്ലുമ്പോൾ കാണുന്ന ആ ഒരു ടെമ്പിളിൻ്റെ ഒരു എന്താ പറയുക, ഗോപുരം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതിനകത്തോട്ട് നമുക്ക് കയറാം. ഇതിനകത്താണെങ്കിൽ ഒരു 8 ബുദ്ധ വിഗ്രഹങ്ങൾ ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിരിപ്പുണ്ട്. പിന്നെ ഒരു ചെറിയ സ്തൂപം പോലെ ഒരു സാധനവും ഉണ്ട്. ഓക്കെ, നല്ല രസമാണ് ഇവിടെ നിന്ന് കാണാനൊരു കാഴ്ച. നീല ആകാശവും ആ ഒരു ബിൽഡിങ്ങിൻ്റെ കൊത്തുപണികളും ആ പെയിൻറ്റിങ്ങും വളരെ മനോഹരമായ കാഴ്ചയാണ് കേട്ടോ. നമ്മളങ്ങനെ അകത്തോട്ട് കയറുകയാണ്. ഒരുപാട് ആൾക്കാരുണ്ട്. തിക്കും തിരക്കുമാണ് അകത്തങ്ങ്. ഒരു ഫോട്ടോ എടുക്കാനായിട്ട് എന്തോരം നേരം വെയിറ്റ് ചെയ്തെന്നറിയാം ആൾക്കാർക്ക്. പല രാജ്യക്കാരാണ്, കൂടുതൽ ഹിന്ദിക്കാർ ഒരുപാട് പേര് വരുന്നുണ്ട്. ഓക്കെ, ഏതാണ് ചെറിയൊരു സ്തൂപവും ആ ഒരു സ്തൂപത്തിൻ്റെ പുറവിൽ ഒരു 7-8 സ്വർണ്ണ കളറിലെ ബുദ്ധ വിഗ്രഹങ്ങളും ഉണ്ട്. മെയിനായിട്ടുള്ള ബുദ്ധ വിഗ്രഹങ്ങൾ ഇതല്ല, അത് മറ്റൊരു ബിൽഡിങ്ങുകളാണ്. നമ്മൾ ഇതിനകത്ത് കയറി നിന്ന് ഒരുപാട് ആൾക്കാർ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. മുട്ടുകുത്തി കടന്നൊക്കെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏത് രീതിയിൽ പ്രാർത്ഥിക്കണമെന്ന് നമുക്കൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിനൊന്നും മുതിർന്നില്ല. ഓക്കെ, പിന്നെ പ്രാർത്ഥിക്കുന്ന ഒരാളുടെ വീഡിയോ നമ്മൾ എടുക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ നമ്മൾ അവിടുത്തെ ഒരു കാഴ്ചകൾ കാര്യങ്ങളൊക്കെ കണ്ടു. ഇവിടെ മൊത്തം CCTV ക്യാമറകളും കാര്യങ്ങളൊക്കെയാണ്. ആ ചുവരിലൊക്കെ ഒരുപാട് പെയിൻറ്റിങ്സ് ഉണ്ട്. നമ്മുടെ ഈ കാവ്യമാധവൻ്റെയും അനൂപേനോൻ്റെയൊക്കെ ഒരു സിനിമയുണ്ടല്ലോ, ഒരു പെയിൻറ്റിങ്ങിൻ്റെ പുറവേ പോകുന്ന അതേപോലുള്ള ഒരുപാട് പെയിൻറ്റിങ്സ് ഇതിൻ്റെ ഭിത്തിയിലൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരിപ്പുണ്ട്. ഈ ഭാഗത്തൊക്കെ കണ്ട് അവർ താമസിക്കുന്ന ഒരു ഏരിയ അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥന നടക്കുന്ന അങ്ങനെയുള്ള ഏരിയയിലൊക്കെ ആണെങ്കിൽ കീപ് സൈലൻസ്, നോ എൻട്രി. നമുക്ക് അങ്ങോട്ടൊന്നും പ്രവേശനമില്ല. നമുക്ക് പ്രവേശിക്കാൻ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇത് ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ഗോപുരത്തിൻ്റെ ഇടത്തെ സൈഡാണ്. ഇത് ആണ് ആ ഒരു മെയിൻ ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഗോൾഡൻ ടെമ്പിൾ എന്ന് പറയുന്നത് ഈ ഒരു ബിൽഡിംഗ് ആണ്. അതിൻ്റെ ഫ്രണ്ടിലാണ് ഈ ഒരു മണി കെട്ടി തൂക്കിയിട്ടിരിക്കുന്നത്. ആ മണിയിലൊക്കെ എന്തൊക്കെയോ മന്ത്രങ്ങൾ എഴുതി വെച്ചിരിപ്പുണ്ട്. എന്തൊക്കെയോ ചരടുകളും കെട്ടി വെച്ചിരിപ്പുണ്ട്. അതെല്ലാം ഓരോ വിശ്വാസങ്ങളുമാണ്. എവിടെ നോക്കിയാലും മന്ത്രങ്ങളൊക്കെയാണ്. ബുദ്ധസന്യാസന്മാർ പ്രാർത്ഥന കഴിഞ്ഞിട്ട് നടന്നു വരുന്ന വരവാണത്. അവർ ആ വഴി അങ്ങോട്ടങ്ങ് പോവുകയാണ്. അവരിങ്ങോട്ട് വരുമെന്നും കരുതിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്ത് അവരുടെ കൂട്ടത്തോടുള്ള ഒരു വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഇതാണ് മെയിനായിട്ടുള്ള ആ ഒരു ഗോൾഡൻ ടെമ്പിൾ. ആ ഒരു ലുക്ക് നോക്കി, ആ ഒരു നീല ആകാശവും ഫ്രണ്ടിലെ ഒരു പച്ച പുൽത്തകിടിയും എന്നിട്ട് ആ ഒരു പെയിൻറ്റിങ്ങിൻ്റെ കോമ്പിനേഷനും ആ ഒരു ഡിസൈനും അന്യായ ലുക്കാണ് കേട്ടോ. ഒരുപാട് ആൾക്കാർ ആരാധനാപരമായിട്ട് ഇതിൻ്റെ അടുത്തൊക്കെ വന്ന് താമസിച്ച് ഡെയിലി വന്ന് ഇവിടെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതാണ് ഗോൾഡൻ ടെമ്പിളിൻ്റെ ഉൾവശം. ഇവിടെ ആണെങ്കിൽ ഒരു പ്രാർത്ഥന നടക്കുകയാണ്. നിങ്ങൾ ആ സൗണ്ട് ഒന്ന് കേട്ട് നോക്കിയേ. കേട്ടില്ലേ ആ ഒരു സൗണ്ട് കേട്ട് നമ്മളവിടെ ലയിച്ച് നിന്നു പോകും. അത്രയ്ക്ക് മൈൻഡിനെ എന്താ പറയുക, അങ്ങോട്ട് ആവാഹിക്കുന്ന രീതിയിലുള്ളൊരു ശബ്ദമാണ് അതിനകത്തുള്ളത്. ഇത് ആ ഒരു ഗോൾഡൻ ടെമ്പിളിൻ്റെ മെയിൻ ബിൽഡിങ്ങിൻ്റെ പുറകുവശത്തുള്ളൊരു ഉദ്യാനമാണ്. വളരെ മനോഹരമായിട്ടാണ് അവരിത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആ ബാക്കിൽ നിന്ന് ഇറങ്ങി വരുന്ന കോണിപ്പടികളാണ്. അവിടെ നിന്നാണ് 2 ബുദ്ധസന്യാസിമാർ ഇറങ്ങി വരുന്നുണ്ട്. ഞാൻ വീഡിയോ എടുത്തപ്പം അവർ നമ്മളെ നോക്കി ചിരിക്കുന്നുണ്ട്. അവരൊക്കെ ഭയങ്കര കമ്പനിയാണ്. നമുക്ക് അവരോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ട് അവരുടെ ഭാഷ അറിയാമെങ്കിൽ അവർ ഭയങ്കര മിംഗ്ലിംഗ് ആണ്. ഭാഷ അറിഞ്ഞുകൂടാ എങ്കിൽ പോലും അവർ ഭയങ്കര മിംഗ്ലിംഗ് ആണ്. രസമാണ് അവരോട് സംസാരിക്കാൻ, അവരുടെ ഒരു ചേഷ്ടകൾ കാര്യങ്ങളൊക്കെ കാണാനും ഒക്കെ ആണെങ്കിൽ. ഏത് ആംഗിളിൽ നിന്ന് നോക്കിയാലും ഗോൾഡൻ ടെമ്പിൾ
കാണാൻ ഒരു അന്യായ ലുക്കാണ്. ഈ ഒരു ഉദ്യാനം അവരുണ്ടാക്കി വെച്ചിരിക്കുന്നത് തന്നെ നോക്കിയാൽ ചെറിയൊരു കുളവും പുല്ലൊക്കെ വെട്ടി ചെടികളൊക്കെ വെട്ടി ഷേപ്പാക്കി നമുക്ക് ഇരിക്കാനുള്ള സ്ഥലവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. വേണമെങ്കിൽ പുൽത്തകിടിയിൽ നമുക്ക് ഇരിക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ ഡ്രിങ്കിങ് വാട്ടർ ഉണ്ട്, ടോയ്ലറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. അങ്ങോട്ടുള്ള വഴി വലത്തേക്കാണെന്നും പറഞ്ഞ് അതാണ്ട് ഈ കാണുന്ന വഴിയാണ് നടന്നു പോകേണ്ടത്. അങ്ങോട്ടുള്ള വഴി തന്നെ നോക്കി എന്ത് വൃത്തിയാണ്, എന്ത് മനോഹരമാണെന്ന് നോക്കി. ഇത് ഒരു ചില്ലുകൂട്ടിനകത്ത് കുറേ വിളക്കുകൾ കത്തിച്ച് വെച്ചിരിക്കുകയാണ്. അതെന്താണ്, നമുക്ക് അതിനകത്തോട്ട് നമുക്ക് പ്രവേശനമില്ല കേട്ടോ. ഒരു ചൈനക്കാരിയാണ് ഇത്രയും വിളക്കുകൾ കത്തിച്ചത്. ഓക്കെ, നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. പുറത്താണെങ്കിൽ നമ്മൾ ബൈക്ക് പാർക്ക് ചെയ്തതിൻ്റെ അടുത്ത് ഒരു വലിയ വ്യാപാര സ്ഥാപനം, ഒരു സ്ഥാപനമല്ല ഒരുപാട് സ്ഥാപനങ്ങൾ, വലിയൊരു മാള് പോലെയാണ്. ഒറ്റ നില ബിൽഡിങ്ങുകൾ, ഇങ്ങനെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാലോ, വൈഡായിട്ട് കിടക്കുന്ന വലിയൊരു ബിൽഡിങ്ങുകൾ, ഒരുപാട് ഷോപ്പുകളാണ് അവിടെ. അത് ഈ ടിബറ്റൻ സാധനങ്ങളാണ് അവിടെ ഉള്ളത് കൂടുതലും. കൂടുതൽ എന്നല്ല പറയേണ്ടത്, എല്ലാം ടിബറ്റൻ ആൾക്കാർ യൂസ് ചെയ്യുന്ന ബാഗുകളായിക്കോട്ടെ, ഡ്രസ്സുകളായിക്കോട്ടെ, ഈ എന്താ പറയുക കരകൗശല വസ്തുക്കളായിക്കോട്ടെ, അങ്ങനെയുള്ള കുറേ സാധനങ്ങളാണ്. ഇപ്പോൾ വൈഫിനാണെങ്കിൽ ഒരു ബാഗ് വേണമെന്ന് പറഞ്ഞു അവളുടെ അമ്മയ്ക്ക് കൊടുക്കാനായിട്ട്. അവളങ്ങനെ ആ ബാഗ് സെലക്ട് ചെയ്തു. ഈ ഷോപ്പിൽ നിൽക്കുന്ന ഏത് രാജ്യക്കാരിയാണെന്നറിയില്ല. എനിക്കതെങ്കിൽ ചൈനക്കാരിയാണോ ജപ്പാൻകാരിയാണോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഇംഗ്ലീഷിലാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഫുള്ള്. അല്ലാതെ നമുക്ക് കന്നഡയും അറിയത്തില്ല, ഹിന്ദിയും അറിയത്തില്ല, വേറൊന്നും നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷിലാണ് മാക്സിമം അവരോട് സംസാരിക്കുന്നത്. ഈ സൗണ്ട് കേൾക്കുന്ന സാധനം എനിക്ക് മേടിക്കണം എന്നുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല റേറ്റ്. ഏറ്റവും ചെറുതിന് പോലും 200 രൂപയാണ് റേറ്റ് പറയുന്നത്. ഏറ്റവും വലുതിന് 10,500 2,500 ഒക്കെ ഉണ്ട്. വലുതിൻ്റെയൊക്കെ സൗണ്ട് അന്യായമാണ്. അവിടെ തന്നെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, മലയ റെസ്റ്റോറൻ്റ് എന്നാണ് പറയുന്നത്. അത് ടിബറ്റൻ ഗോൾഡൻ ടെമ്പിളിൻ്റെ തന്നെ റെസ്റ്റോറൻ്റാണ്. അവിടെ നിൽക്കുന്നത് ഒരു ബുദ്ധ സന്യാസിയാണ് അവിടുത്തെ ക്യാഷറായിട്ട് നിൽക്കുന്നത്. ഇതാണ് അവിടുത്തെ മെനു എന്ന് പറയുന്നത്. ടിബറ്റൻ സ്പെഷ്യൽ ഉച്ചയ്ക്ക് മാത്രമേ ഉള്ളൂ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പോയത്. ബ്രേക്ക്ഫാസ്റ്റിന് ടിബറ്റൻ സ്പെഷ്യൽ ഒന്നും തന്നെ ഇല്ല. വലിയ റേറ്റ് ഒന്നുമില്ല. നിങ്ങൾക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. കണ്ടില്ലേ, ഇത്രയാണ് ടിബറ്റൻ സ്പെഷ്യൽ എന്ന് പറയുന്നത്. മാക്സിമം റേറ്റ് വരുന്നത് 140 ഓക്കെ, നമുക്ക് പിന്നെ മേടിച്ചത് പൂരിയാണ്. പൂരി മേടിച്ച് ലാവിഷായിട്ട് കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അവിടുത്തെ ഫുഡിനൊക്കെ നല്ല ടേസ്റ്റാണ്. ഇപ്പം പൂരി ടിബറ്റൻ ഫുഡ് അല്ലെങ്കിൽ പോലും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഒരു ടിബറ്റൻ ഫ്ലാഗൊക്കെ മേടിച്ചു. എൻ്റെ മുന്നേ ഞാൻ ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഞാൻ തന്നെ വലിച്ചിളക്കി കളഞ്ഞു. ലഡാക്ക് ട്രിപ്പ് പോകുമ്പം അവിടുന്ന് മേടിച്ച് ബൈക്കിൽ കെട്ടാം എന്നാണ് ഞാൻ തീരുമാനിച്ചിരുന്നത്. പിന്നെ ഇപ്പോൾ എന്തായാലും ലഡാക്കിൽ ചെന്നാലും അവിടുത്തെ ഒരു ബുദ്ധമത വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ അവിടെ ടിബറ്റൻ ഫ്ലാഗുകൾ ആൾക്കാർ വാങ്ങി കെട്ടുന്നത്. ഇവിടെയും നമ്മൾ വന്നത് ഒരു ബുദ്ധ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട അമ്പലത്തിൽ തന്നെയാണല്ലോ. അപ്പോൾ പിന്നെ ഇവിടുന്ന് മേടിച്ചാൽ അവിടുന്ന് മേടിച്ചാൽ എല്ലാം ഒരേപോലല്ലേ. അങ്ങനെ ഒരു ടിബറ്റൻ ഫ്ലാഗും മേടിച്ച് ഞാൻ ബൈക്കിനകത്ത് അങ്ങ് കെട്ടി. നിങ്ങൾ കൂർഗ് വരുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും മിസ്സ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്ഥലമാണ് ഗോൾഡൻ ടെമ്പിൾ എന്ന് പറയുന്നത്. കുറേ നേരം അവിടെ ഇങ്ങനെ നിൽക്കണം. ആ പ്രാർത്ഥനാ മുറിയിൽ ഏതെങ്കിലും ഒരു മൂലയ്ക്കര പ്രാർത്ഥനയുടെ ആ ഒരു ശബ്ദം കേട്ടുകൊണ്ട് നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഭൂലോകത്ത് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല സമാധാനമായിരിക്കും ആ ഒരു പ്രാർത്ഥനാ റൂമിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ ഗോൾഡൻ ടെമ്പിൾ എന്ന് പറയുന്നത്. നമ്മൾ അടുത്ത യാത്ര അടുത്ത ഒരു സ്ഥലത്തോട്ടാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, ഈ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ അത് നമുക്ക് പരിഹരിക്കാം. ഓക്കെ.